സ്വാമി ശരണമയ്യപ്പ. ഇന്നിപ്പോൾ ശബരിമല കാനനപാതയിൽ കൂടെയുള്ള യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പം നമ്മൾ ഇന്നലെ മുക്കുഴിയിലാണ് വിരിവെച്ച് കിടന്നത്. ഇന്നിപ്പോൾ ഏകദേശം 8 മണിയാവുന്നു. മുക്കുഴിയിൽ ഗേറ്റ് രാവിലെ 7 മണിയായപ്പോൾ ഓപ്പണായി. അപ്പോൾ മുക്കുഴിയിൽ നിന്ന് നമ്മൾ പുതുശ്ശേരി, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം, പമ്പ, ശബരിമല അങ്ങനെയുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ആഹാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇവിടെ കുളിക്കാനും ബാത്റൂമിൽ പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ശബരിമലയിലേക്കുള്ള രണ്ടാമത്തെ ദിവസം യാത്ര തുടങ്ങുകയാണ്. അതായത് പരമ്പരാഗത കാനനപാതയിൽ കൂടെ എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്കുള്ള ആ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് മുക്കുഴിയിൽ നമ്മൾ വിരിവെച്ച് കിടന്നത്. ഇവിടെയാണ് നമ്മൾ വിരിവെച്ച് കിടന്ന സ്ഥലം. അപ്പോൾ നമുക്കിതുപോലെ ഒരു പായും തരും. പാ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 50 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളില്ല, എങ്കിലും ഉള്ള സൗകര്യത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തിരക്ക് കുറവായതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നമുക്കിവിടെ കിടക്കാനൊക്കെ സാധിച്ചു. കാര്യം കിടക്കാനൊക്കെ പറ്റി. ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഏരിയയിൽ. ഇത് ഒരു പായിൽ 1-2 പേരൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് തിരക്കൊക്കെ ഉള്ള സമയമാകുമ്പോഴത്തേക്കിനും. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാമത്തെ ദിവസം യാത്ര ഇവിടെയും തുടങ്ങുകയാണ്. സ്വാമി ശരണമയ്യപ്പ. അതെ, ഈ ചേട്ടനാണ് ഈ കടയുടെ ആൾ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളിക്കാരൻ നിമിഷം നേരം കൊണ്ട് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് ഇടപെടാൻ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ പരിഗണിക്കുക. കയറി വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ആദ്യം കാണുന്ന കടയാണ് മണികണ്ഠ വിലാസം അല്ലേ? ഈ ഒരു കടയല്ലോ, അങ്ങോട്ട് വേറെ വരത്തില്ല ഇനി? ഇതാണ് ഫസ്റ്റ് വരുന്നത്. മറ്റേ ബാത്റൂം സൗകര്യം. അപ്പോൾ ശരി, സ്വാമി ശരണം. അപ്പോൾ മുക്കുഴി അമ്പലം രാവിലത്തെ കാഴ്ചയിൽ ഇങ്ങനെയാണ്. മുക്കുഴി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതുകൂടാതെ തന്നെ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇതാണ് ക്ഷേത്രം വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നമുക്ക് വീഡിയോ സൗകര്യമുണ്ട്. അതെ, ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് 22 കിലോമീറ്റർ ഉണ്ട്. പമ്പ 18, കരിമല 10, പുതുശ്ശേരി 8. ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ളത് പുതുശ്ശേരിയാണ്. ഇവിടെ നമുക്ക് താഴേക്കാണ് പോകേണ്ടത്. നമ്മൾ താമസിച്ച അവിടെയാണ്. ഇവിടെ താഴോട്ട് പോകണം. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ആ ചെക്ക് പോസ്റ്റിനായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത്. ഇതാണ് മുക്കുഴിയിലെ ഗേറ്റ് വരുന്നത്. ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഈ ഗേറ്റ് വരുന്നത്. ഇപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ ഈ ഗേറ്റ് തുറന്നു. വൈകിട്ട് 3 മണിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കും. പിന്നെ നമുക്ക് ഈ ഒരു വഴി കൂടെയാണ് മുന്നോട്ടുള്ള യാത്ര തുടരേണ്ടത്. അതായത് അടുത്തത് വരുന്നത് ഇനി പുതുശ്ശേരിയാണ്. അതായത് 8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 8:15 സമയം. ഇനി ഇവിടുന്ന് ഒരു 5-6 മണിക്കൂർ നടക്കണമെന്നാണ് പറയുന്നത്. ഏകദേശം 22 കിലോമീറ്ററാണ്. അതായത് നമ്മൾ ടോട്ടൽ 46 കിലോമീറ്ററിൻ്റെ പകുതി നടന്നാണ് നമ്മൾ മുക്കുഴിയിലെത്തിയത്. ഇനി ബാക്കി പകുതിയും കൊണ്ടുണ്ട് ഇവിടെ നടക്കാനായിട്ട്. പിന്നെ ശബരിമലയിൽ നല്ല തിരക്കാണെന്ന് പറയുന്നുണ്ട്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. ഇതുണ്ട്, ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ടോ. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും അവർ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ചുറ്റിനും ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഫെൻസിങ് ചാർജ് ചെയ്തിടും. അതെല്ലാ സ്ഥലത്തുണ്ട്. നമ്മൾ വന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഒരു ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ആ ഫെൻസിങ് ചാർജ് ചെയ്തിടും രാത്രിയിൽ. അപ്പോൾ മൃഗങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് കയറി വരത്തില്ല. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ ആയാലും നമ്മൾ കയറി വന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അഴുതാമേടൊക്കെ നന്നായിട്ട് കയറാൻ പറ്റി. എന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിലൂടെ മഴയുണ്ടെങ്കിൽ പറയാൻ വേണ്ട. പിന്നെ അട്ടശല്യമുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ കാലയിൽ 2 കാലയിൽ അട്ട കടിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ബ്ലഡും പോയി. പിന്നെ അത് വേറെ ദോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് പോയി കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണല്ലോ. പിന്നെ നമ്മൾ മുക്കുഴിയിൽ നിന്ന് പോകുന്ന വഴിക്ക് അട്ടശല്യം കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നലെ രാത്രി കൂടെ മഴ പെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും അട്ടയുടെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ വഴി വരാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ കരിമല കയറണമെങ്കിൽ ഈ ഒരു വഴി വന്നാലേ പറ്റുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ദൂരം നടക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിന് മങ്കുഴിയും അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഇവിടെ അടുത്തായിട്ട്. അങ്ങനത്തെ ഒരു സ്ഥലപ്പേര് പറഞ്ഞു. അപ്പോൾ അവിടെ വരെ വന്നിട്ട് ഏകദേശം 200 രൂപ ഓട്ടോക്കൂലി കൊടുത്തിട്ട് നമുക്ക് മുക്കുഴി ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഇവിടുന്ന് നമുക്ക് രാവിലെ ഇതുപോലെ ഇവർ ഗേറ്റ് തുറക്കുമ്പോൾ നമുക്ക് കരിമല ചവിട്ടി നമുക്ക് പമ്പയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ പരമ്പരാഗത കാനനപാതയിൽ ഏറ്റവും എടുത്തു പറയുന്നൊരു പേരാണല്ലോ കരിമല കയറ്റം എന്ന് പറയുന്നത്.
പണ്ട് അങ്ങനെയാണല്ലോ പറയുന്നത്, കരിമല, നീലിമല, അപ്പാച്ചിമേട് അങ്ങനെ പോകുന്ന ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പം വന്ന് ലോപിച്ച് നീലിമലയും അപ്പാച്ചിമേട് മാത്രമേ നമ്മൾ കയറാറുള്ളൂ. ബാക്കി നമ്മൾ കരിമല എന്ന് പറയുന്നത് പലരും കേട്ടിട്ടേ ഉള്ളൂ, ആരും കണ്ടിട്ടില്ല. അപ്പോൾ കരിമല എന്നുള്ള ആ ഒരു കയറ്റം കയറണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മല ചവിട്ടി നിങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുക്കുഴിയിൽ വന്നിട്ട് മുക്കുഴി നടന്നു പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പരമ്പരാഗത കാനനപാതയിൽ നിന്ന് ഈ ഒരു 46 കിലോമീറ്ററിന് നിങ്ങൾ യാത്ര ചെയ്ത് വരിക. അപ്പോൾ ഏകദേശം 2 ദിവസം എടുക്കും. ഇപ്പം ശബരിമലയിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ദർശനത്തിന് നമുക്ക് അവസരം ലഭിക്കുമെന്നുള്ള അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിവിടുന്ന് രാവിലെ ഇറങ്ങി ബാക്കി ഇനി അവിടെ ചെന്നിട്ട് അയ്യപ്പൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണെല്ലാം. നമുക്ക് തിരക്കില്ലാതെ ഇന്ന് കാണാൻ പറ്റിയല്ലോ. ഒക്കെ തിരക്കില്ലാതെ കാണാൻ പറ്റുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇന്നലെ അപാര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു സന്നിധാനത്ത്. അപ്പോൾ ഇന്നും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും രാത്രിയോടുകൂടിയെങ്കിലും തൊഴാമെന്നാണ് വിചാരിക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. കാട്ടിലൂടെ വരുമ്പോഴേ ഈ മരത്തിലേക്ക് ഇടയിൽ കൂടെ വെയിലടിക്കുമ്പോഴേ അതൊരു പ്രത്യേക രസമാണ് കാണാൻ. ആ ഇലയിൽ വീണ വെള്ളത്തുള്ളികളുടെയൊക്കെ മുകളിൽ കൂടെ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുമ്പോഴേ ഇയാളുണ്ടോ ഇതെനിക്ക് കയറിയാ ഇപ്പോഴും ആളുണ്ടോ? ഇനി എന്തോ വെറുതെ ഉള്ളല്ലോ. വേരിൻ്റെയൊക്കെ വലിപ്പം കണ്ടു. വേരില്ല, വള്ളി. ഇങ്ങനെയുള്ള അരുവികൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു മരം കണ്ട രണ്ടായിട്ട് മാറി നിൽക്കുക. എനിക്കൊന്ന് ഈ ഒരു മരം ഇതിൽ ജോയിൻ്റായി പോയതാണോ അതോ അല്ലാണ്ട് സ്പ്ലിറ്റ് ആയത് തന്നെ. ഇവിടെ എല്ലാം ആനപ്പിണ്ടാണ്. ആനയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ആനയുണ്ട്. 2 പേരായിട്ട് വന്ന് അവിടെ ജോയിൻ ചെയ്തിരിക്കുക. എന്നിട്ട് ഒറ്റ മരം, ഒരു മരം തന്നെ സ്പ്ലിറ്റായതാണ്. ഇങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട് കേട്ടോ. അതും നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ല അതിൻ്റെ അടുത്ത്. അതിനേക്കാൾ നമ്മളിങ്ങനെ ഒരു 5-6 പേര് കൂടി നിന്നാൽ തന്നെ നമുക്കതിൻ്റെ അങ്ങേ അറ്റത്തെത്താൻ പറ്റില്ല. അമ്മാതിരി എളുപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ അങ്ങനത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നും. ഇനി അടുത്ത് പുതുശ്ശേരി കഴിഞ്ഞിട്ട് കരിമല. പുതുശ്ശേരി 2 കിലോമീറ്റർ കാണുന്നുണ്ട്. ഉറുമ്പുകൾ കൂട്ടത്തോടെ പോകുന്നുണ്ട്. അതെ, കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ സാധനമുണ്ട് ഇതിനകത്ത് കേട്ടോ. വേണ്ട വേറൊരു പള്ളി.
റോഡിന് കുറുകെ കിടക്കുന്നത്. ഓ, മരത്തിൻ്റെയൊക്കെ വണ്ണം നോക്കി, ചെതറി പിടിച്ചോന്നു മരമൊക്കെ. അങ്ങനെ വരിയിട്ടാക്കൂല, എന്തെങ്കിലും ചെറിയ കിഴി വരെ കിട്ടി കളയാതാ. അത് ഇട്ടാ ഇളകി പൊക്കോളൂ. പിന്നെ ഫുള്ള് വേണ്ടേ കുറച്ചിട്ടാ. പറഞ്ഞു പോരുന്നുള്ളൂ. അത് നമ്മളെ മറ്റേ അതിന്റെ പേരത്തിന് ഒച്ചില്ലേ, അതിന്റെ അതേ അവസ്ഥയാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അന്നേരം പറഞ്ഞു പോരും. അല്ല നമ്മൾ വലിച്ചു കുറച്ചുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയ പല്ല്, ചെറിയ കൊമ്പ് പോലെ സാധനമാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകും. കംപ്ലീറ്റ് ഒരുമാതിരി ചെറിയ പൊട്ടുപോലെ ഇങ്ങനെ നിൽക്കും, അത്രയും പഴുത്ത് നിൽക്കും. അപ്പൊ അതിങ്ങനെ ചെറുതായി പിരിക്കാണ് ഇങ്ങ് പോകും. അതെ, ഷുഗറുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ വരാം. ഇവിടെയാണ് ആന ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സാധനം കഴിക്കാനായിട്ട്. മുളയാണ്, ഈറയാണ്. ഈറ കഴിക്കാനാണ് വരുന്നത്. ഇവിടെ ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ. നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. വരുന്നുണ്ട് നോക്കി. അട്ട രാവിലെ ചെറിയൊരു പണി വന്നു. ഇനി അവിടെ പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാര്യം ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ശല്യം കൂടുതലായിരിക്കും ഇതിൽ. പക്ഷെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് നമ്മളിതിനെ കാണത്തില്ല. നമ്മളവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ഇരുന്ന് കഴിയുമ്പോഴാണ് ചെറിയൊരു സാധനം ഇങ്ങനെ ഇരിക്കുന്നതാണ്. അന്നേരം അറിയത്തുള്ളൂ ഇത്, അല്ലാതെ നമുക്കിത് അറിയാൻ പറ്റത്തില്ല. നമ്മൾ മുക്കുഴി നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 4 കിലോമീറ്റർ മുകളിൽ പൊന്നിട്ട്. ഇതുവരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് കയറ്റാം. അതായത് അടിവാരത്തേക്ക് ഇനി ഒരു 4 കിലോമീറ്റർ ഉണ്ട്, അതായത് പുതുശ്ശേരിയിലേക്ക്. കേട്ടോ, ഇവിടെ ഒരു സമയം കഴിഞ്ഞ് നമ്മളെ കയറ്റത്തില്ല കേട്ടോ, അത് ക്ലോസ് ചെയ്യും. കണ്ടോ, ഫെൻസിങ് ഇട്ടിരിക്കുന്നുണ്ട് അവിടെ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. കയറി കഴിയുമ്പോഴാണ് ശരിക്കും ഈ കയറുന്ന കാടിനെ മനസ്സിലാവുന്നത്. അഴുതാമ്പേട് ഭയങ്കര കയറ്റം. ഈ കരിമല കിടക്കുന്നു. സ്വാമി ശരണം അയ്യപ്പ. പുതുശ്ശേരി കടവിലേക്കുള്ള യാത്രയിലാണ്. സ്വാമി ശരണം അയ്യപ്പ. കാടിൻ്റെ ഒത്ത നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊരു സുഖമുണ്ടല്ലോ. 41 ദിവസം വ്രതം എടുത്ത് നമ്മൾ അയ്യനെ കാണാനായിട്ട് പോകുമ്പോൾ നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും തോന്നില്ല. കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു തളർച്ച ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ വീണ്ടും അതിനേക്കാൾ കൂടുതൽ എനർജിയോടെയാണ് പിന്നെ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നത്. കാടിനകത്തോടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. ഒരിക്കലെങ്കിലും വരണം സ്വാമി. നമ്മൾ വന്നാലേ ആ ഒരു ഇതറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ പറയുമ്പോഴോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യണമെന്നില്ല. വരണം, ഈ വഴി തന്നെ വരണം. 41 ദിവസം വ്രതം എടുത്ത് ഈ വഴി തന്നെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അയ്യനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം. പിന്നെ പറയുന്നിട്ട് ഇന്നലെ പമ്പയിലൊക്കെ വന്നിട്ട് ഒരുപാട് സ്വാമിമാർ തിരിച്ചു പോയത് തിരക്ക് കാരണം. പ്രത്യേകിച്ച് 1-ാം തീയതി ആയിരുന്നു. പിന്നെ തിരക്ക് പൊതുവെ കൂടുതലായിരുന്നു. ഇനി ഇന്നത്തെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ഏകദേശം 8 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 9:45-10 മണിയാവുന്നു. ഇനി ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പുതുശ്ശേരി കടവിലേക്ക് എത്താനായിട്ട്, അതായത് പുതുശ്ശേരിയിലേക്ക് എത്താനായിട്ട്. അവിടുത്തെ പിന്നെയും കിടക്കുന്നു. എന്തായാലും വൈകിട്ടത്തേക്കെങ്കിലും പമ്പയിലെത്തി
ഇന്ന് രാത്രിയോടെ സന്നിധാനത്തെത്തി അയ്യപ്പൻ്റെ ദർശനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് വീണ്ടും വിരിവെച്ച് കിടക്കേണ്ടതായിട്ട് വരും, തിരക്ക് കൂടുതലാണല്ലോ. എന്തായാലും മുന്നോട്ട് തന്നെ. ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിൽ ഈ വഴിയൊക്കെ ഒന്ന് വരണമെന്നില്ലേ? ശരിക്കും കാടിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഒരു മരം കിടക്കുന്നുണ്ട്, അതിൻ്റെ വലിപ്പം. ഇങ്ങനത്തെ മരങ്ങളാണ് നമ്മൾ പലതും കണ്ടത്. അപ്പോൾ അവർ നടന്നു പോകുമ്പോഴത്തേനും ആ മരത്തിൻ്റെ വലിപ്പം കണ്ടോണേ, അവരുടെ അത്രയും വലിപ്പമുണ്ടെന്നുള്ളതാണ്. കണ്ടോ, ഏകദേശം 5 അടി 6 അടിക്കടുത്ത് 5 അടിക്കടുത്ത് പൊക്കമുണ്ട്. മുട്ടനൊരു മരം കണ്ടോ, എന്നാ വലിപ്പം നോക്കി. ഇത് കുറേ ആയി കേട്ടോ, ഇന്നും ഇന്നലെ ഒന്നും വീണൊന്നുമല്ല, കുറേ നാളായതാണ്. ആ മരം വളർന്നതിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഒരു തട്ടായിട്ട് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട്. ഒട്ടന മരമാണ്. നിങ്ങളിങ്ങടെ ഒന്ന് കയറിക്കോ ഈ മരത്തിനകത്തോട്ട്. ആ മരത്തിൻ്റെ വീതി എത്രയുണ്ടെന്ന് അറിയാം. മുന്നോട്ടോ, നിങ്ങൾ മുന്നോട്ടോ. നിങ്ങളതിനകത്തൊന്നും അറിയത്തില്ല കേട്ടോ, അത്രയും വലിപ്പമുള്ള മരം അത്. എന്നാ വീതിയാന്ന് നോക്കിയതിന്. ഇങ്ങനത്തെ ഒരുപാട് മരങ്ങൾ ഈ കാട്ടിലുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കാണിച്ചതിൽ പലതും ഇങ്ങനത്തെ ഇത്രയും വലിപ്പം, ഇതിൽ കൂടുതൽ വലിപ്പമുള്ള മരങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കത് ഫീൽ ചെയ്യില്ല. അതുപോലെ ഈ പോകുന്ന വഴിയും നല്ല കുത്തുകയറ്റമുണ്ട്, അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്, ഇടയ്ക്ക് നിരപ്പായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ വരില്ല. നേരിട്ട് വന്ന് നിങ്ങൾ ഫീൽ ചെയ്യണം, എനിക്കതാ പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയ്യപ്പന്മാർ ഈ വഴി വന്ന്, അതായത് പരമ്പരാഗത കാനന പാതയിൽ കൂടെ കരിമലയും നീലിമലയും അപ്പാച്ചിമേടുമൊക്കെ ചവിട്ടി വേണം നമ്മൾ മലയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകണം. അഴുതിയിൽ കുളിച്ച് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിലിട്ട് നമ്മൾ കരിമലയും നീലിമലയും കയറി വേണം അയ്യനെ കാണാൻ പോകാൻ. അതാണ് പരമ്പരാഗതമായിട്ട് പണ്ട് മുതൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് പമ്പയെന്നുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി പമ്പയെന്ന് പോകാനായിട്ട് തുടങ്ങിയത്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതും കുറുകും. അതും കുറുകി നമുക്കങ്ങ് മോളി വരെ മറ്റേ പളനിയിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു രീതിയിൽ വിഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം വന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മേടിക്കാനുള്ള സംവിധാനവും ഒക്കെ ഇനി കാലക്രമേണ വരും. എല്ലാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അതിന് വഴിമാറുമല്ലേ. ഇവിടെ 2 ടെൻ്റുണ്ട് കേട്ടോ, നമുക്ക് വിരിച്ചു കിടക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളവർ. ഇപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച എടുക്കല്ലേ ശരിയാവാനായിട്ട്. ഇന്നിപ്പോൾ ഉച്ചയും 2 എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാകത്തുള്ളൂ. നമ്മൾ മുക്കുഴിയിലെല്ലാം സൗകര്യമുണ്ട് കേട്ടോ. പക്ഷേ മുക്കുഴിയിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള ടെൻറ്റുകളിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ജനറേറ്ററിൽ ഏകദേശം ഒരു 11-15 കാലം വരെ പ്രവർത്തിച്ചു. അതിനുശേഷം പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തു. പിന്നെ രാവിലെ 5 മണിയായപ്പോഴാണ് ഓണായത് കറണ്ട്. എന്നുവെച്ചാൽ ജനറേറ്റർ ഓൺ ചെയ്തപ്പോഴാണ് വെട്ടമൊക്കെ വന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലൊക്കെ ചാർജ് ചെയ്ത് വെച്ചോണം ആ ജനറേറ്ററിൽ ഓടുന്ന സമയത്ത്. ഈ മരം കണ്ടോ, മുട്ടനൊരു മരം. എൻ്റെ ചുവട് നോക്കി, ആ മുളയൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഒന്നും അറിയാൻ പോലും ഇല്ല. എന്നെ വലുപ്പം നോക്കി. വലിയൊരു ഏരിയ അതിനുവേണ്ടി തന്നെ എടുത്തിരിക്കുക. വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കുമല്ലോ ഇതൊക്കെ, കാട്ടിലെ മരങ്ങളല്ലേ എല്ലാം. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇതുവരെ എത്തിയിട്ടില്ല. പുതുശ്ശേരി എന്ന് പറയുന്നത് അവിടെ 8 കിലോമീറ്റർ ആയിരുന്നു. അതിലിപ്പോൾ ഏകദേശം ഒരു 6 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇനിയുണ്ട്. ഒരുപാട് ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് എന്തെങ്കിലും രീതിയിൽ ഇത് തോന്നുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ ഞാനിനി ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവും. പിന്നല്ലേ ഞാൻ 2 പാർട്ടായിട്ടുണ്ട് വരും. അതായത് മുക്കുഴി വരെ ഒരു പാർട്ട്, മുക്കുഴിയിൽ നിന്ന് സെക്കൻഡ് പാർട്ട്. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും വീഡിയോയ്ക്ക്. കാര്യം ഇനിയും കിടക്കുന്നതേ ഉള്ളൂ പോകാനായിട്ട്. കാട്ടിൽ വന്നിട്ട് കുരുമുളക് കണ്ടില്ലെന്ന് പറയുന്നത്. കാട്ടുകുരുമുളക്, കാട്ടുകുരുമുളകാണോ എനിക്കറിയില്ല, കുരുമുളക് തന്നെ എന്തായാലും. എന്നാ കാട്ടുകുരുമുളകെന്ന് അറിയത്തില്ല, എന്തായാലും കുരുമുളകാണ്. കാട്ടുകുരുമുളകായിരിക്കും. അതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ട. അത് നേരത്തെ ഇട്ടിരുന്നത് പോയി, അത് കളഞ്ഞു. ഈ നടപ്പാത ഉണ്ടായിരുന്ന സമയത്തേ 2 സൈഡിലും സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കും തോന്നുന്നില്ല, എല്ലാം ഇളക്കി പറിച്ച് കളഞ്ഞു. അതെ, കുഞ്ഞോട്ട് 2-3 കയറി വേറെ. ഇത് വെറും കുഞ്ഞൊരെണ്ണം. നാരങ്ങാത്തോടെ ഉപ്പ് പുരട്ടിയിട്ടങ്ങ് തേച്ച് വെച്ചാൽ മതി. അത് തട്ടി കളഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളവിടെ വന്ന വഴിക്ക് ഒരു കടല ചേട്ടൻ പറഞ്ഞു, ഈ നാരങ്ങ, പിഴിഞ്ഞ നാരങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉപ്പ് തേച്ച് വന്നിട്ട് ഇത് കാലങ്ങ് തേച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അതെ അതെ അതെ, അതാകുമ്പോൾ പെട്ടെന്ന് സാധനം പോകുന്നുണ്ട്. മറ്റേ നമ്മൾ ഉപ്പിടുമ്പോൾ ചിലപ്പം അപ്പോഴേക്കും അത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വഴി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുക്കുഴി വരെ വലിയ കുഴപ്പമില്ല, എങ്കിലും ഉണ്ട്. പക്ഷേ മുക്കുഴി ഇങ്ങോട്ട് പുതുശ്ശേരി വരെ, പുതുശ്ശേരിക്ക് അപ്പുറത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പുതുശ്ശേരി വരെ അട്ടയ്ക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. എല്ലാവരുടെയും ഹാജരെടുത്തിരിക്കും അത് ഉറപ്പായ കാര്യമാണ്. എല്ലാവരുടെയും കാലം കയറി. ഇതിന് മറ്റേ കാലിലെ ഉണ്ടോ, ബ്ലഡൊക്കെ നന്നായിട്ട് പോയി. ഇല്ല, മറ്റേ ആദ്യം കടിച്ചത്. ഇത് വളരെ ചെറുതുകൊണ്ടെന്ന്, ഇപ്പം കാലക്കറി ചെറിയതായിരുന്നു. സ്വാമി ഈശ്വരനോയ്യപ്പ, ഒരു പേര് കണ്ടോ, കൂണ് പോലെ ഇരിക്കുന്നത് കണ്ടോ. മരത്തിൻ്റെ പേരാ അത്, ഈ മരത്തിൻ്റെ പേരാ. രസമുണ്ട്. സ്വാമി ശരണയ്യപ്പ. വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വരാം. തുടങ്ങി കേട്ടോ. അതിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതുശ്ശേരി എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പേ കണ്ട അതേപോലെ തന്നെ വേറൊരു മരം കിടക്കുന്നുണ്ട് അവിടെ. എന്നാ വലുപ്പം നോക്കി. ഇതൊക്കെ ഇവിടുന്ന് പുറത്തെത്തിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് വെറുതെ നശിച്ചു പോകണം. ചിലപ്പോൾ ഇതോട് യൂസ് ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും കേട്ടോ. മുട്ടൊരു മരം എന്താ, ഇത് വേറെ എന്തൊക്കെയോ പർപ്പസിനായിട്ട് വെട്ടി ഇതാക്കിയിട്ടുണ്ടോ. വേറെ എന്തോ പർപ്പസിനായിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പാടില്ലേ കണ്ടോ. അപ്പോൾ ആ കിടന്ന കുറച്ച് ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റിയതാണ്. സ്വാമി ശരണമയ്യപ്പ. ഇത് ഇവിടെ വഴിയില്ലായിരുന്നു കേട്ടോ. കുത്തൊഴുക്കില്ലേ, എനിക്ക് മേ ബി ചിലപ്പോൾ മഴ പെയ്ത് കുത്തൊഴുക്ക് വന്ന സമയത്ത് ഇതൊക്കെ ഒലിച്ചു പോയതായിരിക്കാം. പിന്നെ ഈ ഒരു സീസണോടനുബന്ധിച്ച് കെട്ടിയതായിരിക്കും ഇതൊക്കെ കണ്ടോ. കല്ലിപ്പോൾ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവന്മാർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ പുതുശ്ശേരി എത്താറായതല്ലായിരുന്നു കേട്ടോ. അകത്ത് ഏതോ ഒരു കടയിലേക്ക് ഗ്യാസ് കുറ്റി കൊണ്ടുവരും. അപ്പോൾ ഗ്യാസ് കുറ്റി ചുമന്നുകൊണ്ട് പോകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ തോളത്ത് ചെറിയൊരു സ്പീക്കർ ഇങ്ങനെ ഇട്ട് ആ സ്പീക്കറിൽ വലിയ ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് കേട്ട് ആ ഗ്യാസ് കുറ്റി തല ചുമന്നുകൊണ്ട് ആളിങ്ങനെ പോകുമ്പോഴേ നമ്മളറിയത്തില്ല, നമ്മൾ ഇവിടെ ഈ വഴി വരുന്ന ആൾക്കാർ കൂടുതൽ ഇങ്ങനെ അയ്യപ്പൻ്റെ പാട്ടുകൾ വെച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ പാട്ട് കേട്ട് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ലയിച്ചങ്ങ് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ ആ പാട്ട് കേട്ട് അയ്യപ്പനെ ഇങ്ങനെ സങ്കല്പിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ അതേ രീതിയിലാണ് ആ പുള്ളിക്കാരന് ഗ്യാസ് തലയെ ചുമന്ന്, അതായത് നമ്മൾ കുക്കിംഗ് ഗ്യാസ് ഉണ്ടല്ലോ വലിയ കുറ്റി, അത് തലയെ ചുമന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെയ്താൽ പോകുന്നത്. ಸ್ವಾಮಿ ಶರಣಮಯ್ಯಪ್ಪ. ಸ್ವಾಮಿ ಶರಣಂ. ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ದೊಡ್ಡ ಪಾದ ತಗೊಂಡು
ಈ ಜರ್ನಿ, ಈ ಅದ್ಭುತವಾದ ಜರ್ನಿಯನ್ನು ನೋಡಬೇಕು ನೀವೆಲ್ಲರೂ. ಒಂದು ಅದ್ಭುತವಾದ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ನಮಗೆ ಸಿಗುತ್ತೆ. ಇಲ್ಲಿಂದ ಸ್ವಾಮಿ ನೋಡ್ತಿದ್ರೆ ಆ ಸಿಗೋ ಆನಂದನೇ ತುಂಬ ಆಹ್ಲಾದಕರವಾಗಿರುತ್ತೆ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ದೊಡ್ಡಪಾದ ಬಳಿಯಿಂದನೇ ಸ್ವಾಮಿನ ನೋಡೋಕ್ಕೆ ಟ್ರೈ ಮಾಡಿ. ಸ್ವಾಮಿ ಸ್ಟಾರ್ಟಿಂಗ್ ಫ್ರಮ್ ಎರ್ಮಿಲಿ, ದಟ್ ಒನ್ ಆಲ್ಸೋ ಪ್ಲೀಸ್ ಥಿಂಕ್. ಓಕೆ, ನೀವು ಬರಬೇಕಾದ್ರೆ ಎರ್ಮೆಲಿಯಿಂದ ಸ್ಟಾರ್ಟ್ ಮಾಡಬೇಕಾಗುತ್ತೆ. ಎರ್ಮೆಲಿಯಿಂದ ನಿಮಗೆ 48 ಕಿಲೋಮೀಟರ್ಸು ಈ ರೂಟಲ್ಲಿ ಹೋದರೆ ನಿಮಗೆ ಸ್ವಾಮಿ ಸನ್ನದ ಪಂಬಾಗೆ ಸೇರ್ಕೋಬೋದು. ಸೊ ಪಂಬಾಯಿಂದ ನಿಮಗೆ ಅನದರ್ 6 ಕಿಲೋಮೀಟರ್ಸು ಸನ್ನಿಧಾನಕ್ಕೆ ಆಗುತ್ತೆ. ಕರಿಮಲೆ ಆಲ್ಸೋ ಇನ್ ದಿಸ್ ರೂಟ್. ಓಕೆ, ಈ ರೂಟಲ್ಲಿ ಹೋಗ್ತಾ ನಮಗೆ ಕರಿಮಳ ಸಿಗುತ್ತೆ. ಒನ್ ಆಫ್ ದ ಟಫೆಸ್ಟ್ ರೂಟ್ ಅಂತ ಹೇಳ್ತಾರೆ. ಆ್ಯಂಡ್ ಇದು ಆಕ್ಯುಪಂಚರ್ಗೆ ಆಗಲಿ ಆ್ಯಂಡ್ ನಿಮ್ಮ ಹೆಲ್ತನ್ನ ಬೆನಿಫಿಷಿಯಲ್ ಆಗಿ ಮಾಡ್ಕೊಳ್ಳೋಕ್ಕೆ, ಎಕ್ಸ್ಟ್ರೀಮ್ ಕಾರ್ಡಿಯೋಗೆ ಎಲ್ಲದಕ್ಕೂ ಇದು ನಿಮಗೆ ಬೆನಿಫಿಷಿಯಲ್ ಆಗಿರುತ್ತೆ. ಇವತ್ತಿಗೆ ಅಲ್ಲ, ಬಟ್ ಇದು ತುಂಬ ಲೈಫ್ ಲೆಸನ್ಸನ್ನು ಹೇಳ್ಕೊಡುತ್ತೆ. ಆ್ಯಂಡ್ ಒಂದು ಅದ್ಭುತವಾದ ಎಕ್ಸ್ಪೀರಿಯನ್ಸನ್ನು ನೀವು ಇದರಲ್ಲಿ നോಡ್ತೀರಾ. സ്വാമി ശരണം. അങ്ങനെ നമ്മൾ പുതുച്ചേരി താവളം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി പോകാനായിട്ടുള്ളത്. കാര്യം ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കരിമല കയറ്റം തുടങ്ങുകയാണ്. ഇവിടെയും നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടശല്യം ഇവിടെ ഭയങ്കര കൂടുതലാണ്. അട്ടശല്യം ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് സ്റ്റേ എടുക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതായത് ഇവിടെ നമ്മൾ വിരിവെച്ച് കിടക്കുമ്പോൾ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും എല്ലാവരും മുക്കുഴിയിലാണ് സ്റ്റേ എടുക്കുന്നത്. അപ്പോൾ പുതുശ്ശേരിയിൽ ഇപ്പോൾ തീരങ്ങൾ എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 10:15 അടുത്തായി. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. 2.5 മണിക്കൂർ എടുത്ത് ഈ ഒരു 8 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കരിമലയാണ്. നല്ല കുത്തുകയറ്റമാണ്. ഒരു കയറ്റം, പിന്നെ ഒരു ഇറക്കം, വീണ്ടും ഒരു കയറ്റം, അങ്ങനെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാനായിട്ടാണല്ലോ ഇവിടെയൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ലാത്ത അധികം. സ്വാമി ശരണം അയ്യപ്പ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും. സ്വാമിയുടെ എന്തിനു എവിടെ പോവാ? അവിടെ നിങ്ങൾ പോകുന്ന വെള്ളമൊന്നുമില്ല? അത് ഇവിടെയാണല്ലേ? ബാക്കിയുള്ളവർ റെഡി ആയിട്ടിരിക്കുന്നത്. ശരി ശരി. സ്വാമി ശരണയ്യപ്പ. അങ്ങനെ നമ്മൾ പുതുശ്ശേരി താവളം എത്തി. ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോവാണ്. സ്വാമി ശരണം. പേര് സ്വാമി ശരണം തിലക്. ഓക്കെ. ഈ സ്വാമി കർണാടകയിൽ നിന്നുള്ളതാണ്. കർണാടകയിലെ KR പുരം. KR പുരത്താണ് ഇവർ രണ്ടുപേരും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഞാനും കർണാടകയിലായതുകൊണ്ട് തന്നെ, JP നഗറിലായതുകൊണ്ട് തന്നെ ഇവരെ എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരിചയപ്പെടാനും പറ്റി. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ മേ ബി ചിലപ്പോൾ അടുത്ത സത്രം വഴിയുള്ള യാത്രയിൽ ചിലപ്പോൾ ഈ 2 സ്വാമിമാരും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാമി ശരണം. സ്വാമി ശരണയ്യപ്പ. പുതുശ്ശേരിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങുവാണ്. ഇവിടെയും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ അഴുതാമേട്ടിൽ കുളിച്ച പോലെ ഇവിടെയും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാമിയാരൊക്കെ അവിടെയും കുളിക്കുന്നുണ്ട്. നമ്മളെന്തായാലും അവിടെ കുളിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇനി പമ്പച്ച എന്നുള്ള കുളിയേ ഉള്ളൂ. കാര്യം നമ്മൾ രാവിലെ ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ അരുവി കടന്നിട്ട് വേണം പോകാനായിട്ട്. നോക്കി ചോടണം, എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നി അടിച്ച് വീഴും. ഇനി ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടാണ് അങ്ങോട്ട് പോകുന്നത്. കുറേ ചിത്രശലഭങ്ങൾ കണ്ട, അതെല്ലാം കൂടി ഇവിടെ ഒരിടത്ത് വന്നിരിക്കും. ഇപ്പോൾ കണ്ട അവിടെ വന്നിരിക്കും എല്ലാം കൂടെ. അപ്പോൾ അവിടെ ഇടാ അത് ഇരിക്കുന്നില്ലേ? എന്നാൽ പിന്നെ നമുക്ക് പോകാം. ഇവിടെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. ഫെൻസിങ് വലിച്ച് കെട്ടിയിട്ടുണ്ട് എല്ലായിടത്തും. മൃഗങ്ങളൊന്നും അകത്തേക്ക് വരാനിരിക്കാനായിട്ട്. സ്വാമി ശരണയ്യപ്പ. ഇങ്ങനെ പുതുശ്ശേരി കഴിഞ്ഞ് ഇനി നമ്മൾ
കരിമല കയറാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് കരിമലയ്ക്കുള്ളത്. അപ്പോൾ അടുത്തത് കരിമല കയറ്റത്തിലേക്ക്. സ്വാമി ശരണമയ്യപ്പ. ഈ ഫെൻസിങ്ങിൻ്റെ അടുത്തൂടെ നമ്മൾ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം നടന്നെത്തി. ഏകദേശം ഇനി ഒരു 1 കിലോമീറ്ററിനടുത്തുണ്ട് കരിമല തുടങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നമുക്കൊരു അരുവി ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നത് വലിയൊരു ശബ്ദം ഇങ്ങനെ കേട്ടിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി മഴ പെയ്തായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെയായിട്ട് മഴയൊന്നും പെയ്തില്ല. ഇന്നലെ മഴയില്ലായിരുന്നു, ഇന്ന് ഇതുവരെയായിട്ട് മഴയില്ല. എന്നാൽ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രി നമ്മൾ മുക്കുഴിയിൽ വിരി വെച്ച് കിടന്നിടത്ത് നല്ല മഴയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരുപാട് അരുവികൾ ഒക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. ഈ അരുവിയിലൊക്കെ നമ്മൾ കാല് നനയ്ക്കുമ്പോഴുള്ള തണുപ്പുണ്ടല്ലോ. ശരണമയ്യപ്പ. വഴിക്കലുണ്ട് ഈ കല്ലിലൊക്കെ. ഇതൊരു കാണുന്നുണ്ട്. ഒരു വർഷമായിട്ട് ഇതുവഴി ആൾപ്പെരുമാറ്റം ഇല്ലാതെ കിടന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് കല്ലിലൊക്കെ വഴുക്കലുണ്ട്. അപ്പോൾ വീണ്ടും മുൻപോട്ട് കരിമല കയറ്റത്തിലേക്ക് പോവുകയാണ്. സ്വാമി ശരണമയ്യപ്പ. ഇതിപ്പോൾ മണ്ഡലകാലത്തിനോടനുബന്ധിച്ചിട്ട് ഭക്തർ ഇതുവഴി വരുന്നത് കൊണ്ട് മാത്രം തെളിച്ചിട്ടാണ് ഈ 2 സൈഡ് കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് ഈ കാണുന്ന പോലെ കാട് കയറി നിന്നാണ് കണ്ടോ. ഇവിടെയൊക്കെ ടെൻറ്റ് കെട്ടാനൊക്കെ, ടെൻ്റല്ല കടകളൊക്കെ ഉണ്ട്. ആ കടകളുടെ സാധനമൊക്കെ എടുത്ത് മേടി വെച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് അടുത്ത് കാണാം. നമ്മളെ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇപ്പോൾ കേട്ടോ. നമ്മളെ ഒറ്റയ്ക്ക് വിടത്തില്ല അവർ. നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ മൃഗശല്യം എപ്പോഴാണ് ചാടി വീഴുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കൂടുതലും അതിനുള്ള സാധ്യതയുള്ളത്. അത്യാവശ്യം കയറ്റമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ അത്ര ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല കയറ്റമാണ്. എന്തുവാ ഇത്? വർഷങ്ങൾ വയസ്സായിട്ടുള്ളൊരു മരമാണ്. അപ്പുറത്തുമുണ്ട് വേണ്ട. ഈ കാര്യം കയറി വെച്ചിരിക്കാം. നമ്മൾ നന്നായിട്ട് അണയ്ക്കും. മരങ്ങളൊക്കെ ഉണ്ട്. നല്ല കയറ്റം കേട്ടോ. സൈഡ് ഫുള്ള് കുഴി. കരിമല തുടങ്ങി കാണത്തില്ല, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും. നമ്മൾ
ഒരു കയറ്റം കയറി മുകളിലെത്തി കേട്ടോ. നല്ല കയറ്റോ എന്താ. ഇത്രയും ദൂരം വന്നപ്പോൾ ആദ്യമായിട്ടാണ് 2 പ്രായമായ ആളെ ഇപ്പുറത്തേക്ക് കാണുന്നത്. കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, 2-3 പേര് ഞാൻ കണ്ടിരുന്നു. கை ஸ்ட்ராங்கா இருக்கு, நல்லா பிடிங்க சாமி. ஐயப்பா தெய்வமே, தூக்கி அப்படி போடுவோம். கட்டி போடுறேன். வா வா, அவர் சின்னதா சாமி தான் அதுதான். சுவாமி சாமி எந்த இடம்? போலீஸ்கார் சுவாமி. இந்த மரம் வேரோட வேர் மட்டும் கிருஷ்ணா கிருஷ்ணா கிருஷ்ணா. ഇനി ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേ കയറി പോകണം. നല്ല കയറ്റം കേട്ടോ. ഒരു കയറ്റം ഇറങ്ങി ഇങ്ങനെ വന്നു. ഇനി അങ്ങോട്ടൊരു കയറ്റമാണ്. ആ കയറ്റം കയറി ഇവിടെ എത്തി. സ്വാമി ഈശ്വരനോ അയ്യപ്പ. സ്വാമി ശരണോ. இங்கே பார்த்து வாங்க ஸ்லிப்பாகிடும். பயங்கரமா ஒழுக்கிறது பையன் கொடுத்துரு ஐயப்பா. இல்ல சாமி சொன்ன நேரம் மெதுவா வரும். இல்ல ரேவதி கிட்ட சொல்லு. நல்ல வழுக்கல் இருக்காங்க. நான் ஹெல்ப் பண்ணுறது ரொம்ப கஷ்டம். சாமி இங்கே நில்லுங்க. இவ்வளோ வரும். சாமி இங்கே போங்க. ஒவ்வொரு மாலை மூலமா கேட்டு விட்ட மாதிரி. அங்கே வெயிட் பண்ணுங்க. சாமி அங்கே போங்க. கொஞ்சம் முன்னால போங்க. நீங்கள் இங்கே வழுக்கிறது மாளிகைப்புறம் பார்த்து வாங்க. வெயிட் பண்ணு ரேவதி, அவசரம் கேர்ஃபுல் சாமி. ஒரு ஜாக்கிரதை வரைக்கும் வெயிட் பண்ணு. ஆட்டு போங்க. நீங்கள் போங்க. இது வழி தாட்டுறாங்க. இதில் இறங்கி ஏறலாமா சாமி? அப்படியும் போகலாம், இப்படியும் போகலாம். நீங்கள் அப்படியே போங்க. ஐயப்பா സ്വാമി ഈശ്വരനോ അയ്യപ്പ. കയറ്റമാണ്. ഇവിടെ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ തടി വെച്ചിട്ട് ഇങ്ങനെ വെട്ടി നിർത്തിക്കുക കേട്ടോ. സ്റ്റെപ്പ് പോലെ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തന്നലായിരിക്കും ഇവിടെയൊക്കെ. കയറാൻ പാടാ. കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ നന്നായിട്ട് വഴുക്കലുണ്ട്. അത് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അതാ അങ്ങ് താഴോട്ട് പോത്തേ ഉള്ളൂ. ஐயப்பா தெய்வமே, ஐயப்பா தெய்வமே. அப்படியே நகராத. സ്വാമി ഈശ്വരനോ അയ്യപ്പ. തെന്നുന്നുണ്ട് അവിടെ. നല്ല വഴുക്കലുണ്ട്. അവിടെ താഴോട്ടുണ്ട് അപ്പുറത്ത്. സ്വാമി ഈശ്വരനോ അയ്യപ്പ.
കയറി കയറി ഇവിടെ വരെ എത്തി. ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ടല്ലേ, ഇവിടുന്ന് 7 കിലോമീറ്റർ, ഇങ്ങനെ 7 കിലോമീറ്റർ. അപ്പോൾ ഇനി ഒരു കയറ്റം കൂടി ഇരിക്കും, നല്ലൊരു കയറ്റം ഇരിക്കും. അപ്പം നമ്മൾ ഏറി വേണ മാതിരിയാ, அந்த மாதிரி தான். അങ്ങനെ കരിമലയാണ് നമ്മൾ കയറിയത് കേട്ടോ. കരിമലയുടെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി 3 കിലോമീറ്റർ കഴിഞ്ഞ് കരിമലയുടെ ടോപ്പ് എത്തും. സ്വാമി ശരണ. അടുത്ത് കരുമല ഭഗവതി. കരിമല ഇനി ടോപ്പ് വന്നിട്ട് 3 കിലോമീറ്റർ. അല്ല, அதுக்கு முன்னே கரிமலை பகவதி அது நீங்கள் பாருங்க. முன்னால போகும்போது இருக்கு ஒரு 1/2 கிலோமீட்டர் ஒரு கரிமலை பகவதி 2 கேட்டம் കഴിഞ്ഞ പിന്നെ கரிமலை பகவதி ஒரு ரைட் சைடு. அது കഴിഞ്ഞ് താഴെ പോയി മുകളിൽ കയറിനാல கரிமலை உச்சி. அப்போ முடிஞ்சிடுவே. அதுக்கப்புறம் கம்ப்ளீட் பம்பா வர தாழെ போ. சுவாமி நீங்கள் எவ்வளோ வாட்டி வந்திருக்கீங்க இந்த ரூட்டில்? ஐயப்பா தேவவே, ஐயப்பனுடைய பரிபூர்ண அனுகிரகத்தால் 1966லேருந்து 74th യാത്ര ഇൻ പെരുവഴി, ആൾ ബൈ ഡിവൈൻ ഗ്രേസ് ഓഫ് ലോർഡ് അയ്യപ്പ. ഇത് വന്നിട്ട് 74வது வாட்டியா? அவ்வளோ வாட்டி. അപ്പോൾ നിങ്ങൾ പെരിയ പെരിയ സ്വാമി എന്ന് சொல்லலாம். എപ്പോഴും കന്നിസ്വാമി. ഞാൻ ഈ സീസൺ തുടങ്ങിയെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി 3 തവണ പെരുപാതിയിൽ വരും. ഈ ഒരു 7 കൊല്ലം 3 ടൈം വന്നിട്ട്. അത് 1966லேருந்து വരുന്നു ഇവിടെ. ഓഹോ, അയ്യപ്പാ ദൈവമേ. എല്ലാ വർഷവും വന്നിടുവാ? എല്ലാ വർഷവും. இப்போ உங்களுக்கு எவ்வளோ ஏஜ் ஆயிடுச்சு? 72. 74 எப்படி வந்ததுன்னா இப்போ ஒரு 7-8 கொல்லமாய் வெனவர் திருநடை ஓப்பன்ஸ், நீங்கள் மேலே போங்க. வெனவர் திருநடை ஓப்பன்ஸ் ஐ அவைல் திஸ் ஆப்பர்ச்சுனிட்டி அண்ட் ப்ரே லார்ட் ஐயப்பன் டு அண்டர்டேக் பெருவழி யாத்திரா இன் நவம்பர், டிசம்பர் and Magarajodi Darshan. So whenever it is open for the season, I don't come via Pampa. So நீங்கள் வந்துட்டு 100 வாட்டி வரதுக்கு தான் முடியும். அது ஐயப்பன் அனுப்பிக்கிறீங்க, நீங்கள் வாக்கு பண்ணிக்கிட்டு. 74 ஆயிடுச்சு, கண்டிப்பாக 100 ஆயிடுவேன். இப்போ திருச்சி டிசம்பர் 8 கூட்டுக்காரரோடு வரும். அந்த டைமில் வந்துட்டு அந்த சைடில் இல்லையா? அப்புறம் ஈ பாதையிலே வரும். கூட்டுக்காரோடு வரப்போ ஈ பாதை டிசம்பரில் திருச்சி நாட்டுக்கு போய் ஜோதி தரிசனத்துக்கு, மகரஜோதி தரிசனத்துக்கு மீண்டும் இந்த வழியே வந்துடுவேன். இதே போதை அந்த இவங்க எல்லாமே மருத்துவ இல்லை மலைக்கு போகிற எல்லாமே இதுக்கு முன்னாலே வந்திருக்கா? ஆமாம், ரெகுலராக வரும். வருதாங்க அவங்களும் அப்படி திருச்சி டிசம்பரில் வரும். மலைப்பூரில் அவங்க எல்லாரும் வந்துடுவான். நல்லா இருக்கு. டிசம்பரில் வரும்னப்போ ஒரு 50-52 ஐயப்பன்மார், அதில் 16 மாளிகைபுரம், மீதி ஐயப்பன்மார். பெரிய குரூப்பாக தான் வருவேன். பெரிய குரூப்பாக. ஆனால் we never meet anybody daily. We are not belonging to a same place or same street or same colony or same town. Our group belongs to throughout the nation. So that national spirit will be there. And from abroad, Qatar, Saudi, எல்லா இடத்துலேருந்து இருக்கு, Oman, states, everybody we used to assemble on first Saturday of every December at Ambasamudram, Tirunelveli district. There we have got a temple. There we used to have Irumudi Puja. That is the only day we used to meet everybody. ஒரு டெம்பிள் இருக்கு இல்லையா? அந்த டெம்பிள் பேர் சொரிமுத்தையனா. just 8 kilometers in advance. நாங்கள் போயிருந்தேன், அங்கே 2 நாளைக்கு முன்னாடி அங்கே போயிருந்தேன். அங்கே தானே மூல டெம்பிள்னு சொல்கிறது. நீங்கள் அங்கே தானே அந்த இருமுடி எல்லாம்? Ambasamudram is very close to Sorimuthaiyana temple near Papanasam. Ambasamudram hardly 8 kilometers behind that is Sorimuthaiyana temple. So we used to assemble and see all our group Ayyappanmars only during Irumudi Puja. Whether irrespective of they come by train or flight or bus and various countries, we assembled there on first Saturday of every December. இப்போ இந்த வாட்டி எவ்வளோ பேர் இருக்குது மொத்தமாக இந்த டைமில்? இப்போ நீங்கள் கூட 3 பேரே போகும். 3 பேர் தான் இருக்கு. ஆனால் டிசம்பரில் வந்து இதில் யாரையும் சம்மதிக்கல. இல்லை, மானிட்டரிங் ஆல் த 50-40 is very difficult because as a human we have got so many expectations. When we are struggling to climb the upward, we will be thinking of the forest department, police department. They are not doing anything. But they don't have time. They have to monitor the towns and villages. Right. So we should not blame them. At least they are allowing us to climb this trekking.
Swami Saranam. Swami Saranam, Swami Swami Saranam. I'm very happy of sharing my views. After the season is over, my regular yatra will start from February every month. Whenever Tirunada opens, I'll be there in Sannidhanam. നിങ്ങൾക്ക് എല്ലാ മാസവും இந்த മാസപ്പൂജയ്ക്ക് വന്നിട്ട് അത്ര മാസം കൂടും. ആ പിന്നെ നിറപുത്രി പ്രതിഷ്ഠാ ദിനം ഓണം അത് തനി எந்த டைமில் இங்கே ஓப்பன் ஆகும் அந்த டைமில் எல்லாம் வந்துடுவேன். எனக்கு இது ஜனிச்ச பூமி அത്ര ஒரு ದೇಶத்தின் மேலே ಈ ಭೂಮಿ ಮೇಲೆ ಅತ್ರ ஒரு அபிமானம். സ്വാമി ശരണം வேறு സ്വാമി ஏது ശരണം. க்ஷேத்திரத்துக்கு போவதில்லை. 1965 மாலை இட்டு 66 தொடர்ந்து வரும்னு இப்போ 22 கொல்லமாயிட்டு எவ்வரி மந்த் 74 வாட்டி வந்திருக்கு. 74. பெரிய பெரிய சாமி தான். சாமி சரணம் சாமி சரணம். உங்களை பார்த்தது ரொம்ப நல்லா இருக்கு. சுவாமி சார் வளர சந்தோஷம். நீங்கள் ஒரு ஆப்பர்ச்சுனிட்டி டிவி மூலிமா சகல பக்தன்மார் கேட்கும். நான் அத்தனை ஐயப்பன்மாருக்கும் வைக்கிற ஒரே ரிக்வஸ்ட், ப்ளீஸ் ஐ வெரி ஹம்பிளி ரிக்வஸ்ட் தோஸ் ஹூ ஆர் கம்மிங் ஃப்ரம் பெருவழி, நாட் ஓன்லி பெருவழி, those who are undertaking yatra to Sabarimala, please wear Sabarimala mala and irumudi. Then Lord Ayyappan is very happy of that. Yes. Don't come by that what is that civil darshan. No use of that. We have to trek like this. We should say at least 10,000 times without our knowledge. We will be telling Saranam Ayyappa, Saranam Ayyappa, Saranam Ayyappa, Saranam Ayyappa, Saranam Ayyappa. Saranagadi Tattvam. Lord Ayyappan bless us. All the power is in பொண்ணு 18ஆம் படி. அவட கேடி ആ ഇരുമുടിയോടെ ദർശനം കഴിക്കുമ്പോൾ അയ്യപ്പൻ സന്തോഷമായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്യും. സ്വാമി ശരണം സ്വാമി ശരണം. ரெண்டு பிரின்சிபல் வச்சிருக்கேன். நான் இருமுடி இல்லாமல் இவட வருவில்லை. என்னோட வருண் ஐயப்பன் இருமுடியும் இல்லாமல் யாரையும் கேட்டு யாரையும் அழிச்சு வருவில்லை. அது அவங்க சௌரியம். உங்க பேரு சொல்லல சாமி, உங்க பேரு? ഗിരിധര സുബ്രഹ്മണ്യം, തഞ്ചാവൂർ. തഞ്ചാവൂർ. ഞാൻ ആദ്യം 52 കൊല്ലം ചെന്നൈയിലിരുന്നു. ഇപ്പോൾ മൈഗ്രേറ്റ് അവിടെ വന്നു. ശബരിമலை என்ன ஜீவன் என்பது உள்ளவரை என் நெஞ்சம் நினைக்கும் சபரிமலை. സ്വാമി ശരണം. சுவாமி சரணம் சாமி சரணம் ஐயப்பா. കരിമല കയറി വേണ്ട, ഫ്രഷാണ് പെണ്ണ. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ഇങ്ങനെ കരിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണം അയ്യപ്പ. സ്വാമി പാത്ത് അവിടെ മേളിലൊരു കടയുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി വെള്ളം വല്ലതും കുടിച്ചിട്ട് പോവാം. അല്ല പാടാ സ്വാമി. അല്ല കടയുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കടയില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലൊക്കെ അവിടെ ആരും ഇരുന്നിട്ടില്ല. സ്വാമി ശരണം അയ്യപ്പ. കയറി പോണേ ഇതൊരു പാടാ. സ്പീഡിൽ നടക്കില്ല. സ്പീഡിൽ കയറിപ്പോക്ക് നടക്കത്തില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നല്ല കയറ്റം കേട്ടോ. കരിമല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുക. ഇങ്ങനത്തെ വേരും കല്ലും வீடியோ கவர் ஆகுதா? ஒரே
பிடிச்சி வா நல்லா ஃப்ரீ ரிலாக்ஸ் கிடைக்கும் அதே போனோம் കയറി വന്നു താഴെ നോക്ക് സ്വാമിയുടെ അങ്ങ് താഴെ നിന്ന് കയറി വരിക നല്ലൊരു കയറ്റോട് കരിമല കയറ്റം കഠിനം പോന്നെ അയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പ കഠിനം പോന്നെ അയ്യപ്പ ஆனால் நிறைய பேர் கேட்டிருக்கே கரிமலா ஆனால் யாருமே வரல எல்லாரும் வந்து அந்த நீலிமலை ஏறி போயிடுவேன் பம்பையில் வந்துட்டு நீலிமலை அப்பாச்சி மேடு அப்படி தான் போவேன் கரிமலை ஏறணும்னா இந்த ரூட்டில் தான் வரணும் அப்படி இருந்தால் மட்டும்தான் கரிமலை ஏற முடியும் ജീവിതത്തിൽ ഒരു വാട്ടിയാவது இந்த വഴിയെ வந்துடும் സ്വാമി ശരണം மேலே உட்காரது கடை இருக்குன்னு நினைக்கிறேன் நீங்கள் எங்கே இருக்கு சாமி திருவண்ணாமலையா ஓ நம்ம சிவன் கோயிலுக்கு பக்கம் அங்கே வேணும்னு நினச்சிட்டு இருக்கு ஆனால் பௌர்ணமி நாளைக்கு மட்டும் அங்கே வர்றதுக்கு வாய்ப்பே கிடைக்கல பௌர்ணமி நாளைக்கு அவ்வளோ கூட்டமாக இருக்கு இல்லையா அங்கே கிரிவலத்துக்கு சரியான கூட்டம் இருக்கும் ஆனால் அன்னைக்கு மட்டும்தானே அங்கே கிரிவலம் வைக்க முடியும் பௌர்ணமி நாளைக்கு நீங்கள் போயிருக்கா அவங்க பக்கத்தில் தானே இனி ஏற வேண்டி இருக்கு சுவாமி சரணய்யப்பா இவ்வளோ விலைக்கு ஏற்றி சாமி சரணம் சாமி சரணம் நீங்க எங்க இருந்து சாமி புரியல எங்க இருந்து வருது திருவண்ணாமலை நீங்க எல்லாமே திருவண்ணாமலை எல்லாமே திருவண்ணாமலை தான் கோயிலுக்கு பக்கம் கோயிலுக்கு பக்கம் நல்லா இருக்கு திருவண்ணாமலை டிஸ்ட்ரிக்ட் கோவிலுக்கு பக்கம் கோவிலுக்கு பக்கம் ஃபர்ஸ்ட் டைம் பெரிய பாதா முதல் தடவை தான் இங்க வருது நீங்க எல்லாருமே அவங்க வந்துருக்குவா இல்லை அவங்களும் முதல் தடவை தான் எல்லாம் முதல் தடவை அப்படியா நல்லா இருக்கு ஆனால் அங்கே வந்துட்டு கிரிவலம் வச்சனாலே உங்களுக்கு நடக்கிறதுக்கு எந்த கஷ்டம் இல்லை கிரிவலம்னா 14 கிலோமீட்டர் கஷ்டம் இல்லை இதுனா ஜாஸ்தி ஏற்றம் தானே ஏற்றம் தான் ஏற்றம் ஏற்றம் தான் எப்படி இருக்கு உங்க எக்ஸ்பீரியன்ஸ் முதல் வாட்டி வந்துருச்சு இவ்வளோ வந்துருச்சு இல்லையா சூப்பரா இருக்கு சூப்பரா இருக்கு எல்லா ஆண்டும் வரணும் இதுக்கப்புறம் அதான் என்ஜாய் பண்ணிட்டு வரலாம் வேகமா திப்பு ஓட்டுற பொறுமையா வந்தோம்னா எல்லாத்தையும் இயற்கை ரசிச்சுட்டு பொறுமையா வரலாம் സ്വാമി ശരണം സ്വാമിയെ ശരണം അങ്ങനെ കരിമല കയറ്റ നടന്നുകൊണ്ടിരിക്കുന്നു കിടക്കുന്നേ ഉള്ളൂ ഇനി ക്ഷീണിച്ചു കേട്ടോ സ്വാമിയാർ കയറി പോകുന്നുണ്ടോ എല്ലാവരും സ്വാമി ശരണയ്യപ്പ അല്ല ഇങ്ങനത്തെ വഴിയാണ് ശരിക്കും കല്ലും മുള്ളും ചവിട്ടി ശബരിമലയ്ക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വരണം ഇപ്പം നമ്മൾ പമ്പയിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഉള്ളത് കല്ല് മാത്രമേ ഉള്ളൂ മുള്ളൊന്നുമില്ല ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് കല്ലുമൊക്കെ ഇട്ട് പാകിയിരിക്കല്ലേ ഇതുവഴി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കണ്ട വേരും കല്ലും കാട്ടിലുള്ള എല്ലാ സാധനമുണ്ട് സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ കരിമല കയറ്റം കഠിനം തന്നെ സ്വാമി ശരണയ്യപ്പ നല്ല ഫ്രഷ് ആനപ്പിണ്ട നമ്മൾ വിയർക്കുന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് കാറ്റുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് മഴ പൊടിഞ്ഞായിരുന്നു പക്ഷെ അങ്ങ് മാറി അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് കയറി പോകാനായിട്ട് ആ കയറ്റത്തിൻ്റെ ഒരു തീവ്രത നമുക്ക് അത്ര തോന്നത്തില്ല പക്ഷെ എനിക്ക് അഴുതാമേട് കയറിയപ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പക്ഷേ ഇത് എനിക്കത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല അതിനെക്കാട്ടിലും വളരെ എളുപ്പമായിട്ട് തോന്നി പിന്നെ ഇത് കൂടുതലുണ്ട് കേട്ടോ കയറ്റം കൂടുതലുണ്ട് അട്ടയുണ്ട് അട്ടയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇഷ്ടം പോലാണ് സ്വാമി ശരണയ്യപ്പ മേളിൽ കടവെല്ലാം ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണം കാര്യം ഈ കരിമല താഴെ നിന്ന് കയറി വരുമ്പോഴൊന്നും ഒരു കടയില്ല കേട്ടോ അത് പക്ഷേ ഭയങ്കര കഷ്ടമായിപ്പോയി ഇടയ്ക്കൊക്കെ വന്നിട്ട് കടയെങ്കിലും വേണ്ടതായിരുന്നു ചിലപ്പോൾ വരുമായിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ
അതുകൊണ്ട് ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിൽ കരിമല താഴെ നിന്ന് കയറി തുടങ്ങുമ്പോൾ ഒരൊറ്റ കടയില്ല. ഇടയ്ക്ക് വരുമ്പോൾ ഒരു കടയുണ്ട്, പക്ഷേ അവിടെ ഒന്നും ആയിട്ടില്ല. സ്വാമി ശരണയ്യപ്പ. എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടോ, അല്ല രക്ഷയില്ല. ഇവിടെ വരുമ്പോൾ ചെറിയൊരു വിഗ്രഹം കാണാം കണ്ടോ, സ്വാമി ശരണയ്യപ്പ. ഇപ്പോൾ നമ്മൾ കയറ്റം കയറി വരുമ്പോഴത്തേനും കരിമല ഭഗവതി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഉണ്ടാവാം. നമ്മുടെ കൂടെ ഇടയ്ക്ക് വെച്ച് സംസാരിച്ച സ്വാമിയുണ്ടല്ലോ, 74 വർഷം എഴുതണമെന്ന് പറഞ്ഞ ആ സ്വാമി പറഞ്ഞേ ഇവിടെ കരിമല ഭഗവതിയുണ്ട്, ഭഗവതിയെ തൊഴുതിട്ട് വേണം പോകാനായിട്ടെന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതാണോന്ന് അറിഞ്ഞുകൂടാ, ഇനി മുന്നോട്ട് പോകുമ്പോൾ വേറെ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാമി അങ്ങ് കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് കയറി പോരുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ശബരിമല പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വഴി എരുമേലിയിൽ നിന്ന് നടന്ന് പരമ്പരാഗത കാനന പാതയിൽ കൂടെ കരിമല കയറി നീലിമല കയറി പശ്ചിമേട് കയറി നിങ്ങൾ 18 പടി ചവിട്ടി അയ്യനെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആ സ്വാമി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമി അവിടെ ഇരിക്കുന്നത്, അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത് ത്വാപസി എന്ന രൂപത്തിലാണ്. അതായത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞിട്ടുള്ള ആചാരങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് പരമ്പരാഗത കാനന പാതയിൽ കൂടെ നടന്നു പോകാൻ പറ്റിയാൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മൾ അയ്യനെ ദർശിക്കുമ്പോൾ അയ്യൻ നമുക്ക് ദർശനം തരും, തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ നെയ്ത്തേങ്ങ കൊണ്ടുപോയി നെയ്യഭിഷേകം നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം 74 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും പരമ്പരാഗത കാനന പാതയിൽ കൂടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്വാമിയാണ്, സ്വാമി ശരണയ്യപ്പ. അപ്പോൾ കരിമല കയറ്റം കഴിഞ്ഞിനിപ്പോൾ അതാണ്ട് കരിമല ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണയ്യപ്പ. കയറ്റത്തേക്കാൾ പാടാൻ തോന്നി ഇപ്പോൾ ഇറക്കം ഇറങ്ങാനായിട്ട് കേട്ടോ. കാര്യം കയറ്റം കയറിയപ്പോൾ നമ്മൾ ഒരു കാലൊക്കെ പൊക്കി എടുത്ത് വെച്ച് വേറെ ചവിട്ടിയും കയറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ആ കയറിയ കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് താഴോട്ടിറങ്ങുക. സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, സ്വാമിയേ. ഈ മരം നോക്കിയാൽ മൊത്തം വേരിങ്ങനെ ചുറ്റി പിടിച്ച് കയറി പോയിരിക്കുന്നുണ്ട്. അതും ഭയങ്കര വലിയ മരം കേട്ടോ. സ്വാമി ശരണയ്യപ്പ. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ വഴി വരാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. 1-2 പേര് കൂടി വരാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ കയറി വന്ന വഴിക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് കയറി പോരുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർ പറയും സ്വാമി ഒറ്റയ്ക്കാണോ ആണോ എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ഉത്തരമാണെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചോടെ നിർത്തും. ആരെങ്കിലും പുറകിൽ വേറെ ആരെങ്കിലും, ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് വേറെ ടീമിൻ്റെ ആൾക്കാർ വരുമ്പോൾ മാത്രമേ അവരെ മുന്നോട്ട് കയറ്റി വിടത്തുള്ളൂ. കാര്യം ഇപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ, ഫ്രഷ് ആനപ്പിണ്ടമൊക്കെയാണ് റോഡിൽ കിടക്കുന്നത്. ആന ഒരുപാടുണ്ട് ഈ കാട്ടിൽ. ആന തന്നെയല്ല, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നു എന്നുള്ള ഇതിൽ അയ്യപ്പൻ നമ്മളെ കാത്തു രക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് കണ്ടോ, ഈ കല്ല് കണ്ടോ, എനിക്കൊന്ന് പണ്ട് വരുന്ന ആൾക്കാർ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ സംവിധാനങ്ങൾ ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു. നമ്മുടെ മുനിയറ പോലത്തെ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. കാര്യം നമ്മൾ കഴിവതും ഈ ഒരു തെളിഞ്ഞു കിടക്കുന്ന വഴി കൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. കാര്യം ഇഴജന്തുക്കൾ ഒരുപാടുള്ള കാടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവരെ തോണ്ടേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് തെളിഞ്ഞു കിടക്കുന്ന വഴി കൂടെ അങ്ങ് പോവാം. സ്വാമി ശരണയ്യപ്പ. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പേടിപ്പെടുത്തുന്നൊരു ഫീൽ വരും കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പുണ്ട്, എന്നാൽ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വരത്തുള്ളൂ. സ്വാമി ശരണയ്യപ്പ. ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് നിരപ്പായിട്ടുള്ള വഴിയായിരുന്നു, ഇപ്പോൾ വീണ്ടും ചെറിയ കയറ്റം തുടങ്ങി. പിന്നെ ഇത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും ഇതൊക്കെ.
വേരൊക്കെ ചുറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. സ്വാമി ശരണയ്യപ്പ. ഇപ്പോൾ സീസൺ തുടങ്ങിയതല്ലോ, അതുകൊണ്ടാണ് സ്വാമിമാർ കുറവ്. അല്ലെങ്കിൽ അത്യാവശ്യം സ്വാമിമാർ ഇതുവഴി വരാറുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ കടയൊക്കെ കെട്ടി തുടങ്ങിയതേ ഉള്ളൂ, ഒരാഴ്ചയൊക്കെ എടുക്കും എല്ലാം ശരിയാവാനായിട്ട്. അങ്ങനെ കരിമല ഒരു കയറ്റം കഴിഞ്ഞ് ഒരു ഇറക്കം കഴിഞ്ഞ് അടുത്ത കയറ്റമാണ്. മൊത്തം കല്ലാണ്ടോ, കയറ്റം ഇത് കേട്ടോ. സ്വാമി ശരണയ്യപ്പ. അയ്യപ്പ സ്വാമി, സ്വാമിയപ്പ ശരണമപ്പ. അയ്യപ്പ സ്വാമി. സ്വാമി ശരണയ്യപ്പ. അവർക്ക് താഴെ നിന്ന് കയറി വരുന്നേ ഉള്ളൂ. സ്വാമി ശരണയ്യപ്പ. നമ്മൾ കരിമല ടോപ്പിലെത്തിയിരിക്കുകയാണ്, കരിമല താവളം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അയ്യപ്പ സ്വാമി, സ്വാമിയപ്പ ശരണമപ്പ. സ്വാമി, സ്വാമി, ഇതാണ് കരിമല താവളം. സ്വാമി ശരണയ്യപ്പ. ഇവിടെയൊക്കെ കട വരാനുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കരിമല കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, അതിനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. സ്വാമിയെ സ്വാമി നമ്മളിവിടെ എത്തി, കരിമല താവളം എത്തി. അങ്ങനെ കരിമലയിൽ നിന്ന് കുറേ നേരത്തെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പമ്പയിലേക്ക് ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവിടെ, ശബരിമലയിലെ തിരുമേനിയാണ്. തിരുമേനിമാരുടെ കീഴ്ശാന്തിൻ്റെയൊക്കെ കൂടെയുള്ള. അപ്പോൾ അവനെ വിളിച്ചവൻ പറഞ്ഞു നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു, അമ്മാതിരി തിരക്കാന്ന് പറഞ്ഞു ശബരിമലയിൽ. പിന്നെ ഇന്നിപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് 1 മണിക്കല്ലേ നട അടയ്ക്കേണ്ടത്. 1 മണിക്കല്ലേ നട അടയ്ക്കുന്നത് 2:15 വരെ നീട്ടി. എന്നിട്ട് വീണ്ടും 3 മണിക്ക് നട തുറക്കും, രാത്രി 11 മണി വരെ. അത് തിരക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട്, അമ്മാതിരി തിരക്കായതുകൊണ്ട് 1 മണിക്ക് അടയ്ക്കേണ്ട നട ഇന്ന്, അതായത് ഇന്ന് വൃശ്ചികം തന്നെയുണ്ട്, ഇന്ന് 2:15 വരെ ഉണ്ടാകും. 2:15 നട അടയ്ക്കുന്നത്. എന്നിട്ട് വീണ്ടും 3 മണിക്ക് തുറക്കുമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം തിരക്കായിരിക്കും എന്നുള്ളത്. ഇന്നലെ പമ്പയിലൊക്കെ വന്നിട്ട് ഒരുപാട് അയ്യപ്പന്മാർ തിരിച്ചു പോയെന്നാണ് പറയുന്നത്, അത് തിരക്കായിട്ട്. അതുപോലെ തന്നെ 7 മുതൽ 8 മണിക്കൂർ വരെ ക്യൂ ഉണ്ടായിരുന്നു ഇന്നലെ തൊഴാനായിട്ട്. പിന്നെ ഇന്നെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 1:30 നമ്മൾ താഴെ ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെയായാലും 2:30, 3:30, 4 ആവും. ഇപ്പോൾ രാത്രി 11 മണിക്കാണ് ഇന്ന് നട അടയ്ക്കുന്നത്. ഇന്ന് തൊഴാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് എന്തായാലും പോകാമുണ്ട്. സ്വാമി ശരണം. చెప్పకూడదా?
അങ്ങനെ കരിമല ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട് ഇവിടെ എല്ലാം കേട്ടോ. മഴ ആയതുകൊണ്ടേ മഴ വെള്ളം ഒഴുകി മൊത്തം ചളുമേ പിടിച്ചെടുക്കണം. നന്നായിട്ട് സ്ലിപ്പാവുക മൊത്തം കേട്ടോ. താഴോട്ട് ഇതേപോലെ ഇടയ്ക്കിങ്ങനെ സ്റ്റെപ്പ് വെട്ടിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും സ്ലിപ്പാവുന്നുണ്ട്. ഈശ്വരനയ്യപ്പ, മൊത്തം കല്ലാണ്. അത് നല്ല വഴുക്കലും. ശരിക്കും ഇത് കാണുമ്പോഴേ ഈ ഉരുളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായ വഴി പോലെ തോന്നും. കുറേ പാറ ഇങ്ങനെ റോഡിൽ കിടപ്പുണ്ട്, വലിയ വലിയ പാറകളൊക്കെ കാണണ്ട. ആ ഒരു ഫീല് നമുക്ക് വരുള്ളൂ കാണുമ്പോൾ. അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ മഴ പെയ്യുമ്പോൾ കുത്തി ഒലിക്കുന്ന റോഡായിരിക്കും ഇത്. നന്നായിട്ട് വെള്ളം കുത്തി ഒലിക്കുമായിരിക്കും. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ രൂപപ്പെടും. സ്വാമി ശരണയ്യപ്പ. കയറ്റം കയറുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇറക്കം പറയുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഒരു കാലം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങും. ഇത്ര നടന്നു വന്നല്ലേ. കണ്ടോ ഈ പാറയൊക്കെ കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഏതോ ഉരുൾപൊട്ടലിന് എല്ലാം കൂടെ ഒഴുകി വന്ന അങ്ങനെ ഒരു വഴി രൂപീകരിച്ചാണിത്. കണ്ടോ സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ. ഇറക്കം വരാനുണ്ട്. നാളെ പോകത്തില്ല. സ്വാമി ശരണയ്യപ്പ. നാളെ തന്നെ അവർ ഷെഡ് കെട്ടി കൊടുക്കാറുണ്ട്. മൂന്നാല് ദിവസം പിടിക്കും. പറയുകയും ചെയ്യും. സ്വാമി ശരണയ്യപ്പ. പഴയ അതുപോലെ മരത്തിൻ്റെ പേരുണ്ട്. സ്വാമി ശരണയ്യപ്പ. അയ്യപ്പോ സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ. എന്തായാലും ഇന്നും പമ്പയിൽ എവിടെയെങ്കിലും, പമ്പയിലോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. ഇന്നലെ 7 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് പറയുന്നത് ദർശനത്തിന് വേണ്ടിയിട്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ, താഴെ പമ്പയിൽ ചെല്ലുമ്പോൾ തന്നെ 4 മണിയാവും. അപ്പോൾ കരിമല ഇറക്കം ഇറങ്ങുമ്പോഴേ ഒരു വടി നിങ്ങൾ കയ്യിൽ കരുതുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിറക്കാമെന്ന് പറയുന്നുണ്ടോ, ഇനിയോട്ട് 1 കിലോമീറ്റർ നല്ല കുത്തിറക്കമാണ്. അതുകൊണ്ട് ഒരു കമ്പ് വല്ലതും കയ്യിൽ കരുതിയാൽ കുത്തിയിറങ്ങി പോവാം. അല്ലെങ്കിൽ പാടാണ്, ഭയങ്കര പാടാണ് കേട്ടോ. ഇത് കണ്ടോ ഇവിടുത്തെ അവസ്ഥ. നമുക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല കഷ്ടപ്പാടിറങ്ങാനായിട്ട്. സ്വാമി ശരണയ്യപ്പ.
സ്റ്റെപ്പർ ഇതാകുമ്പോൾ ഇവിടെ ഇത്തിരി വെള്ളം കിട്ടുന്നുണ്ട്. കരിമല ടോപ്പിൽ കട നടത്തുന്ന 2 ചേട്ടന്മാർ ഇപ്പോൾ ഇതായി പോയി കേട്ടോ. അവർ പറഞ്ഞു ഈ വരുന്ന വെള്ളം കുടിക്കാൻ നല്ലതാണ്. എന്തായാലും ഇത് ഇത്തിരി കുടിക്കാതെ വേറെ മാർഗ്ഗമില്ല. വെളിയിൽ നിന്ന് ഒഴുകി വരുന്നുള്ള സമയത്ത് എന്തായാലും ആ വെള്ളം ഇത്തിരി കുടിച്ചു. കയറ്റം കയറുന്നതിനേക്കാളും പാടാണ് കേട്ടോ ഈ ഇറങ്ങി വരുന്നത്. ഒരു രക്ഷയില്ല, മൊത്തം മഴയും കൂടെ പെയ്ത് വഴുക്കലുണ്ട് ഭയങ്കരമായിട്ട്. വേണ്ട ഇനി ഏകദേശം 1 കിലോമീറ്റർ കുത്തിറക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 2-2.5 കിലോമീറ്റർ നമ്മൾ നോർമലി നടക്കുന്ന പോലെ നിരപ്പായിട്ടുള്ള നടപ്പാത. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പയിലേക്ക് എത്തുന്നത്. സ്വാമി ശരണയ്യപ്പ. അയ്യോ, നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പയിൽ ചെന്നിട്ട് ഇന്നലെ 7 മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു. ഇനി എത്ര മണിക്കൂർ ക്യൂ നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ബലം പിടിച്ച് ഇറങ്ങി വന്നാൽ മുട്ടിന് വേന എടുക്കും. ഒരു കമ്പ് ഇവിടുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ കുറേ കമ്പ് കിടപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ വലിച്ചിളക്കുമ്പോൾ കൂടെ വല്ല പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. പറയാൻ പറ്റില്ല, അവരുടെ സ്ഥലമല്ലേ കാട് അതിൽ കൂടല്ലേ നമ്മൾ ഈ വരുന്നത്. പക്ഷെ ഇങ്ങനെ കുത്തി നടക്കാൻ പറ്റിയ കമ്പ് എന്തായാലും ഒന്നും കിട്ടുമോ നോക്കാം. സ്വാമി ശരണയ്യപ്പ. നല്ല തെന്നലുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കരിമല താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഒരു ബോർഡ് കാണാം. വലിയാനവട്ടം താവളം. ഇനി പമ്പയ്ക്ക് 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇറങ്ങുന്നത് ഭയങ്കര പാടാ. കരിമല താഴെയായി. ഇതാ ഇറക്കം. ഇത് കഴിഞ്ഞ് 2.5 മണിക്കൂർ 2.5 കിലോമീറ്റർ നമ്മൾ നിരപ്പായിട്ടുള്ള റോഡാണ്. ഇത് താവളെന്ന പേരേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ വലിയാനവട്ടം താവളം. ഇവിടെ നിന്ന് പമ്പയ്ക്ക് 3 കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. താവളം എന്ന പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിയേ പറ്റും. സ്വാമി ശരണയ്യപ്പ. ഇത്രയും വന്നതിൽ ഇറക്കം ഇറങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് കഴിക്കും ഇതാട്ടോ. ഇതായിരിക്കും ലാസ്റ്റ് ഇറക്കം എന്ന് പറയുന്നത്. കൈവരിയുണ്ട്. റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ വേണം ഇറങ്ങിപ്പോവാൻ. ഞാൻ കൈവരി കൊടുത്തിട്ടുള്ളതാണ് അല്ലാണ്ട് പിടിച്ചിറങ്ങിപ്പോവാം, അല്ലെങ്കിൽ പാടാം. അതുകൊണ്ടോ
സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. ഇങ്ങനെ പിടിച്ചിറങ്ങിപ്പോക്കേ നടക്കത്തുള്ളൂ. എങ്ങാനൊന്ന് പിടിവിട്ട് പോയാൽ തീരുമാനമാവും. കാര്യം നമ്മൾ ഇത്രയും നടന്നു വന്നിട്ടേ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര പാടാണ്. സ്വാമി വരുന്നതാണ്. ഭയങ്കര പാടാണ് ഇറങ്ങി വരാനായിട്ട്. സ്വാമി ശരണയ്യപ്പ. കൈവരി അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ട് കൈവരി തീർന്നു. ഇനി ബാക്കി നമ്മൾ തന്നെ ഇറങ്ങണം. ചെറിയ സ്റ്റെപ്പ് പോലെയാണ്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇറക്കോടെ കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നമ്മൾ നിരപ്പായിട്ടുള്ള വഴിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ബോർഡിൽ കണ്ടത് പമ്പയ്ക്ക് ഇനി 3 കിലോമീറ്ററാണ്. അപ്പം അങ്ങനെ വലിയാനവട്ടം താവളം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചെറിയാനവട്ടം ഇനി അങ്ങനെ ആവും. അതും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒരു പേര് മാത്രം. സ്വാമി ശരണയ്യപ്പ. അമ്മേ, ഇവരുണ്ട മുകളിൽ കട നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ കരിമല ടോപ്പിലെ ഇവിടെ നിന്ന് സാധനം അവർ താഴെ തലച്ചോടായിട്ട് സാധനം എടുത്തുകൊണ്ട് മേളിലോട്ട് പോവുക. അവരെയൊക്കെ സമ്മതിക്കണം അല്ലേ. അപ്പോൾ നല്ല ഇരുട്ടായി. സ്വാമി ശരണയ്യപ്പ. നല്ല കാര്യം മുളി എല്ലാ കാര്യം മുളി സ്വാമി ശരണയ്യപ്പ. അയ്യപ്പനെ മനസ്സിൽ വിളിച്ചോണ്ടങ്ങ് ഇറങ്ങുക. ഇനി ഒച്ചത്തിൽ ശരണമന്ത്രം വിളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒച്ചത്തിനോട്ട് വിളിക്കുക. ഇനി ഒച്ചത്തിൽ വിളിക്കാൻ പറ്റില്ല വെച്ചാൽ മനസ്സിലെങ്കിലും വിളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കരിമല നിങ്ങളെ പെടുത്തും. സ്വാമി ശരണയ്യപ്പ. ഇതുവരെ മഴയില്ലാഞ്ഞുകൊണ്ട് ഭാഗ്യം. മഴയുടെ പെയ്ത് കഴിഞ്ഞാൽ പറയുകയും വേണ്ട. മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ഉണ്ട്. അതിന് മുമ്പേ താഴെ ഇറങ്ങി ചെല്ലണം. ഈ ഒരു കണ്ടീഷനിൽ മഴയും കൂടെ പെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒന്ന് കയറിയിരിക്കാൻ യാതൊരു സൗകര്യമില്ല. കയറിയിരിക്കാൻ സൗകര്യമില്ല എന്നുള്ള പോട്ടെ, നമുക്ക് നനഞ്ഞ് പോവാം. പക്ഷേ നനഞ്ഞിറങ്ങി പോകുമ്പോൾ ഈ പോകുന്ന വഴിക്ക് വെള്ളം കൂടെ വീണ് കഴിഞ്ഞാലത്തെ വന്ന അവസ്ഥ എപ്പോൾ ഉരുണ്ട് താഴെ ചെന്നൊന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയൊക്കെ വരുന്നേ ഉള്ളൂ. സ്വാമി ശരണയ്യപ്പ. താഴെ നല്ല വിളിച്ചു കുറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറക്കാൻ കഴിയാറായി എന്ന് വിശ്വസിക്കുന്നു. അത് കരിമല ഇറക്കാൻ കഴിയുക എങ്കിൽ 2.5 കിലോമീറ്റർ നമ്മൾ നിരപ്പായിട്ടുള്ള റോഡ് നടക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ഇറക്കം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മുട്ട് ശരിക്കും പണി വരും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനേ ശരണമയ്യപ്പ. പൊന്നമ്പല വാസനേ ശരണമയ്യപ്പ.
ഇറങ്ങി താഴെ വന്നു. ഇപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. സ്വാമിയെ എത്ര എത്തി? ഇനി കുറച്ചുകൂടി ഉള്ള, അത് കഴിഞ്ഞിട്ടേ ഇനി മഴ പെയ്യാവുള്ളേ. സ്വാമി ശരണം. മുകളിൽ കരിമലയിൽ മുകളിലെ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് തലച്ചൂടായിട്ട്. സ്വാമി ശരണയ്യപ്പ. നിത്യതൊഴിൽ അഭ്യാസം. അപ്പോൾ നിത്യം അവരത് ചെയ്യുന്നതായാണ്. നിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മണ്ഡലമാസവും എല്ലാ മണ്ഡലകാലവും അവരിത് ചെയ്യുന്നതല്ലേ. അവരെ സമ്മതിക്കണം എന്തായാലും അല്ലേ, ഈ കയറ്റം ഇറങ്ങുവാൻ കയറുകയും ചെയ്ത് തലച്ചുമടായിട്ട് ഇത്രയും ഭാരം കയറ്റി അങ്ങ് മേളിൽ കൊണ്ടുചെല്ലുക, പിന്നെ തിരിച്ച് ഇതുവഴി ഇറങ്ങി വന്ന് വീണ്ടും അടുത്ത സാധനം എടുത്തുകൊണ്ട് പോവുക. അതായത് വണ്ടിയിൽ ഈ സാധനങ്ങളൊന്നും മുകളിൽ കൊണ്ടുചെല്ലാനുള്ള യാതൊരു മാർഗ്ഗവും ഇല്ല. ആലോചിച്ച് നോക്കിയേ. സ്വാമി ശരണമയ്യപ്പ. ഇറങ്ങിയിട്ടും തീരുന്നില്ലല്ലോ സ്വാമിയെ. സ്വാമി ശരണം. ഏകദേശം ഇറക്കം കഴിയാറായി എന്ന് തോന്നുന്നു. രാവിലെ 7:45 8 മണിയായപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ആഹാരം കഴിച്ചത്. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചത്. ഏകദേശം ഒരു 7:30 ആയപ്പോൾ ആഹാരം കഴിച്ചത് മുക്കുഴിയിൽ. പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനായിട്ട് ആഹാരം എങ്ങുമില്ല. ഉള്ളത് അത്യാവശ്യം നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ ചായയോ കാപ്പിയോ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങ് കരിമല ടോപ്പിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പേ നമ്മൾ അപ്പുറത്തിരുന്ന് കുറച്ച് വെള്ളവും 1-2 കപ്പലിൻ്റെ മുട്ടയൊക്കെ കഴിച്ചു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തന്നില്ല. ഇനി പമ്പയിൽ ചെന്നിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കൂടെ നിർവഹിച്ച് ആഹാരവും കഴിച്ച് പതുക്കെ മല കയറാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും ഏകദേശം നല്ലൊരു ക്യൂ ഉറപ്പാണ്. കുറേ മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരവും കഴിച്ച് പതുക്കെ കയറി ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിലോ നാളെ രാവിലെയോ സമയം പോലെ ഭഗവാന്റെ ദർശനം കിട്ടും. അങ്ങനെ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ രാത്രി 11 മണി വരെ ഉണ്ട്. പക്ഷേ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് അതിന് മുമ്പ് തൊഴാൻ പറ്റുമെന്നുള്ളൂ. നമ്മളിവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതുവരെ പമ്പയിൽ പോലും എത്തിയിട്ടില്ല. പമ്പയിലെത്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്യൂവിൽ പോയി നിൽക്കാൻ. സ്വാമിയെ ശരണമയ്യപ്പ. വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിക്കും എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ അനുഭവം ഞാൻ കണ്ടതും മനസ്സിലാക്കിയതും അറിഞ്ഞതും ഞാനിതിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ട് സപ്പോർട്ട് ചെയ്യുക. സ്വാമിയെ ശരണമയ്യപ്പ. കൂടുതൽ നമ്മൾ വരുന്ന വഴിക്ക് കാടല്ലാതെ വേറെ ഒന്നും കാണിക്കാനില്ല. ഓരോ ഇടത്താവളം എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. കാടിനെ മാത്രമേ കാണിക്കാനുള്ളൂ. പിന്നെ ഈ വരുന്ന വഴി. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തി. ഇവിടെയും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കടകളൊക്കെ. ഏതാ സ്ഥലമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇറക്കം കഴിഞ്ഞെന്ന് തോന്നുന്നു. സ്വാമി ശരണമയ്യപ്പ. ഇവരൊക്കെ ഇവിടെ റെഡിയാക്കുന്നുള്ളല്ല, ഒന്നും ആയിട്ടില്ല. അങ്ങനെ വീണ്ടും നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. വീണ്ടും അരുവികളാണ്. ഇങ്ങനത്തെ ഒരുപാട് അരുവിയുണ്ട് കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെയാണ്. കാടല്ലയോ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. എന്താണ് രസം. സ്വാമി
ഏകദേശം നമ്മൾ പമ്പ എടുത്തെത്താറായിട്ടുണ്ട്. പമ്പയിലെ വിളിച്ചു പറിച്ചിലൊക്കെ നമുക്ക് കേൾക്കാം. പമ്പയാറായിരിക്കും ഒഴുകുന്നത്. പക്ഷെ വലിയ ഫോഴ്സ് ഇല്ല, വളരെ പതുക്കെയാണ് പോകുന്നത്. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം കുടിക്കാൻ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ റെസ്റ്റ് എടുക്കുന്നത്. അപ്പം പമ്പയിലേക്ക് ഇനിയും നമുക്ക് ദൂരം താണ്ടാനായിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, മേ ബി ഒരു 1-1.5 കിലോമീറ്റർ കാണുള്ളൂ. ഇനി വരുന്ന വഴിയിൽ അവർ പാലമൊക്കെ പോയി പോസ്റ്റും ഇതൊക്കെ വെച്ചിട്ട് പാലം റെഡിയാക്കിയിട്ടുണ്ടോ. സ്വാമി ശരണമയ്യപ്പ. ഇവിടെയൊക്കെ കടകൾ വരാനുള്ളതാണ്, പണിതുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ ആൾക്കാരെയൊക്കെ മുറിക്കുക, അവർ മുറിച്ചൊക്കെ റെഡിയാക്കുക. ഏകദേശം നമ്മൾ പമ്പ എത്താറായിട്ടുണ്ട്. എനിക്കൊന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു. ആ വഴിയാണെന്ന് വിചാരിക്കുന്നു, അറിഞ്ഞുകൂടാ. ചെന്നോട്ട് ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ എരുമേലിയിൽ നടന്നു വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പാസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അത് നിർത്തലാക്കിയെന്ന് പറയുന്നത് കേട്ടോ. കാര്യം അതിബുദ്ധിമാന്മാരായിട്ടുള്ള കുറേ അയ്യപ്പന്മാരുടെ അതിബുദ്ധിപരമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ട് പോലീസിന് തലവേദനയാവുകയും അങ്ങനെ അത് നിർത്തലാക്കിയെന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ അവിടെ ഈ ഒരു പാസ് എന്താ പറയുക, ഒരാൾ പോയിട്ട് എടുക്കും, ബാക്കിയുള്ളവരെല്ലാം ഇപ്പുറത്തൊരു ബസ്സിനും കയറി വരും. എന്നിട്ട് ആ പാസ് വെച്ചിട്ട് അടിയും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പാസ് പൂർണ്ണമായിട്ട് നിർത്തിയെന്നാണ് പറയുന്നത്. ഇനി ഈ പ്രാവശ്യം ചെന്ന് എന്തായാലും ചോദിച്ചു നോക്കാം പാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പാസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാം. എന്തായാലും 5-6 മണിക്കൂർ ക്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ക്യൂ എന്തായാലും നമ്മൾ നിൽക്കേണ്ടി വരും. സ്വാമി ശരണമയ്യപ്പ. എന്തായാലും നമ്മളൊന്ന് ചോദിച്ചു നോക്കാനായിട്ടിരിക്കുന്നത് പാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പാസ് കിട്ടിയാൽ നമുക്ക് വേറെ വഴിക്കടെ കയറി പോകാൻ പറ്റുമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ അതിൻ്റെ സിസ്റ്റം എന്നുള്ളത്. കിട്ടുമോ നോക്കാം. കിട്ടിയാൽ അതിനകത്ത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നമ്മൾ പമ്പ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് എരുമേലി ടു പമ്പ എന്നുള്ള കാനനപാതയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ പമ്പയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ദൗത്യം കഴിയുകയാണ്. പിന്നെ നേരെ അയ്യനെ കാണാനായിട്ട്, അയ്യൻ്റെ ദർശനത്തിനായിട്ടുള്ള യാത്രയാണ്. പമ്പ ടു ശബരിമല, പമ്പ ടു സന്നിധാനം. ഇതിപ്പോൾ എവിടെയാണ് വന്ന് ഇറങ്ങുന്നതെന്നുള്ളതാണ്. അതായത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പമ്പയിലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ടോ. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണിത്. അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ നടന്നു വരുന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴി ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പമ്പയിലെത്തും. സ്വാമി ശരണമയ്യപ്പ. നമ്മൾ ഇവിടെ വന്ന് കയറും. പെരിയാർ ടൈഗർ റിസർവ്, ഇടുക്കി ഡിസ്ട്രിക്ട്, വെസ്റ്റ് ഡിവിഷൻ, പമ്പ റേഞ്ച്. ഇപ്പോൾ അതായത് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വരും. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ പമ്പയിലോട്ട് സന്നിധാനത്തോട്ട് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ പമ്പയിലെത്തി. കണ്ടോ
പമ്പയിലെ ഗവൺമെൻറ് ആശുപത്രിയാണ്. ആശുപത്രി അവിടെ. ഇവിടെ നമുക്ക് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പന്തളം രാജാവിൻ്റെ അതുണ്ടല്ലോ, പന്തളം രാജാവിൻ്റെ ഇരിപ്പിടം ഉണ്ടല്ലോ, അവിടേക്ക് ഇല്ല. അവിടെയാണ് മറ്റേ ആദ്യത്തെ ഒരു ചെക്കിങ് വരുന്നുണ്ടല്ലോ, അങ്ങനെ കയറി ചെല്ലാം. അതുമല്ലെങ്കിൽ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കയറിപ്പോകുന്ന ആ വഴിയെ കയറിപ്പോ. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ വീഡിയോ ഇത്രയും മാത്രമാണ്. ബാക്കിയുള്ളത് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വീഡിയോ പമ്പ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. സ്വാമി ശരണം. അങ്ങനെ പമ്പയിലെത്തി. പമ്പയിൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ നമ്മുടെ ആ ഗണപതിയമ്പലത്തിൻ്റെ കൊണ്ടുവച്ച ആശുപത്രി ഉണ്ടല്ലോ, ആശുപത്രിയാണ്. ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ടേക്ക്, ഇവിടെ നേരത്തില്ല, നമ്മൾ ആ ക്യൂവിൽ തന്നെ കയറണം. അവിടെ പമ്പയിൽ തന്നെ ക്യൂ ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ 4 മണിയായി ഏകദേശം. ഇനി ജസ്റ്റ് ഒന്ന് പമ്പയിൽ നിന്ന് കുളിക്കുക, നേരെ ക്യൂവിലോട്ട് കയറുക. എന്തായാലും രാത്രിയെങ്കിലും തൊഴാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നാളെ രാവിലെ തൊഴുക. ആ ഒരു ബസ്സിൽ അങ്ങോട്ട് കയറി നിൽക്കുക. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പമ്പ വരെ വരുന്ന, എരുമേലിയിൽ നിന്ന് പമ്പ വരെ വരുന്ന വീഡിയോ മാത്രമാണ് ആടിയിട്ടുള്ളത്. ഇവിടുന്ന് മുകളിലോട്ടുള്ള വീഡിയോ എടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര പാടാണ്. ഒരു മണിക്കൂറുകൾ നമ്മൾ ക്യൂവിലൊക്കെ കിടന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സ്വാമി ശരണമയ്യപ്പ.